നമ്മൾ കടന്നു പോകുന്ന ഓരോ പ്രശ്നങ്ങൾക്ക് പിന്നിലും മാനുഷിക കാരണങ്ങളാണ് എന്ന് നമുക്ക് തോന്നുമ്പോൾ തന്നെ അതിന്റെ പിന്നിൽ ആത്മീയ കാരണങ്ങളാണ്. ഉദാഹരണമായി പറഞ്ഞാൽ വിവാഹമോചനങ്ങൾക്ക് നമ്മൾ നിരത്തുന്ന ഓരോ മാനുഷിക കാരണങ്ങൾക്ക് പിന്നിലും വ്യക്തമായ അജണ്ടയോട് പ്രവർത്തിക്കുന്ന ദുരാത്മാക്കളുണ്ട്. വളരെ മോശമായി സംസാരിക്കുന്ന ഒരു ഭാര്യ, അവളെ കൊണ്ട് അങ്ങനെ സംസാരിപ്പിക്കുന്ന ദുരാത്മാക്കളുണ്ട്. മറ്റൊരു സ്ത്രീയുമായി ശരീരം പങ്കുവെക്കുന്ന ഭർത്താവ്, അവനെ അതിലേക്ക് നടത്തുന്ന ദുരാത്മാക്കളുണ്ട്. മദ്യപാനത്തിന്റെ അടിമത്തത്തിൽ തളച്ചിടുന്ന ദുരാത്മാക്കളുണ്ട്. ബിസിനസ് പ്രോസ്പെർ ചെയ്യുന്നില്ല, അതിനെ തടസ്സപ്പെടുത്തുന്ന ദുരാത്മാക്കളുണ്ട്. വിവാഹ തടസ്സങ്ങൾ, അതങ്ങനെ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്ന ദുരാത്മാക്കളുണ്ട്. മക്കളെയും മാതാപിതാക്കളെയും തമ്മിൽ കലഹിപ്പിക്കുന്ന ദുരാത്മാക്കളുണ്ട്. കുടുംബ കലഹങ്ങൾക്ക് പിന്നിൽ ദുരാത്മാക്കളുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ കടന്നു പോകുന്ന ഓരോ പ്രശ്നങ്ങൾക്ക് പിന്നിലും മാനുഷിക കാരണങ്ങളാണ് എന്ന് നമുക്ക് തോന്നുമ്പോൾ തന്നെ അതിന്റെ പിന്നിൽ വളരെ വ്യക്തമായ പദ്ധതികളോടുകൂടി പ്രവർത്തിക്കുന്ന പൈശാചിക ശക്തികൾ, ദുരാത്മാക്കൾ, അന്ധകാരത്തിന്റെ പ്രവൃത്തികൾ ഉണ്ട് എന്നുള്ള കാര്യം വളരെ വ്യക്തതയോടുകൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. മറഞ്ഞിരുന്ന് പ്രവർത്തിക്കുന്ന അന്ധകാര ശക്തികൾ, ദുരാത്മാക്കൾ, അവയെ നമുക്ക് എങ്ങനെ നേരിടാം, അവയെ എങ്ങനെ നമുക്ക് പരാജയപ്പെടുത്താം, ഈ വീഡിയോയിലൂടെ നിങ്ങളോട് ഞാൻ പങ്കുവെക്കട്ടെ. പിശാചിനെ കുറിച്ചും അവന്റെ പ്രവൃത്തികളെയും കുറിച്ചും നമ്മൾ സംസാരിക്കുമ്പോൾ സാധാരണ ആൾക്കാർ തിരിച്ചിങ്ങോട്ട് പറയുന്ന 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, പിശാച് എന്ന് പറയുന്നത് ഒരു ഇലൂഷനാണ്, അത് വെറും ഒരു തോന്നലാണ്. പ്രിയ, ഞാനൊരു കാര്യം പറയട്ടെ. ഞാനോ നിങ്ങളോ നമ്മൾ ചന്ദ്രനിൽ പോയിട്ടില്ല, പക്ഷെ ചന്ദ്രനിൽ പോയവരുണ്ട്. എനിക്കും നിങ്ങൾക്കും അറിയത്തില്ല എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു കാര്യം ഇല്ല എന്ന് പറയുന്നത് തെറ്റാണ്. രണ്ടാമത്തെ ഒരു കാര്യം ആൾക്കാർ പറയുന്നത്, സാത്താനെ കുറിച്ചും അവന്റെ ദുരാത്മാക്കളെ കുറിച്ചും നമ്മൾ സംസാരിക്കേണ്ട കാര്യമില്ല, മറിച്ച് യേശു ക്രിസ്തുവിനെ കുറിച്ച് മാത്രം നമ്മൾ പറഞ്ഞാൽ മതി. പിന്നെ ഒരു കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സാത്താനെ കുറിച്ചും അവന്റെ പ്രവൃത്തികളെയും കുറിച്ച് ഏറ്റവും കൂടുതൽ സംസാരിച്ച വ്യക്തി എന്ന് പറയുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. അവന്റെ അപ്പസ്തോലന്മാർ അത് പഠിപ്പിക്കുകയും പ്രസംഗിക്കുകയും വിശുദ്ധ ലിഖിതങ്ങളിൽ എഴുതുകയും ചെയ്തിരിക്കുന്നു. പ്രവാചകന്മാർ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ അന്നത്തെ തലമുറയിൽ അവർ പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും വിശുദ്ധ ലിഖിതങ്ങളിൽ എഴുതുകയും ചെയ്തെങ്കിൽ അത് ഇന്നും ഈ തലമുറയിലും സാത്താൻ ഈ ഭൂമിയിൽ ചെയ്യുന്ന പ്രവൃത്തികളെ ഞാനും നിങ്ങളും എക്സ്പോസ് ചെയ്യുവാൻ വേണ്ടി, അവന്റെ പ്രവൃത്തികളെ കുറിച്ച് നമ്മൾ പറഞ്ഞില്ലെങ്കിൽ എങ്ങനെ ജനങ്ങൾ അത് മനസ്സിലാക്കും? അത് നമ്മൾ പറയുവാനും ദൈവമക്കൾക്ക് അതിനെക്കുറിച്ചുള്ള ബോധം കൊടുക്കുവാനും ദൈവമക്കൾക്ക് അതിനെക്കുറിച്ചുള്ള അറിവ് നൽകുവാനും വേണ്ടിയാണ് വിശുദ്ധ ലിഖിതങ്ങളിൽ അത് എഴുതി വച്ചിരിക്കുന്നത്. മൂന്നാമതായി ആൾക്കാർ പറയുന്ന ഒരു കാര്യമാണ്, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് പൈശാചിക പീഡകൾ ഇല്ല, അവർ കൃപയ്ക്കകത്താണ്, അതുകൊണ്ട് അവർക്ക് യാതൊരുവിധ പൈശാചിക പീഡകളോ ദുരാത്മാക്കളുമായിട്ടുള്ള യുദ്ധങ്ങളോ ഇല്ല എന്ന് പറയുന്ന മറ്റൊരു കൂട്ടരുണ്ട്. ഒരു വചനം മാത്രം പെട്ടെന്ന് ഞാൻ കോട്ടിയട്ടെ. 2 തിമോത്തി 3-12 വാക്യത്തിൽ പ്രകാരം പറയുന്നു, യേശു ക്രിസ്തുവിൽ വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും പീഡകൾ ഉണ്ടാകും. ആ പീഡകൾ എന്ന് പറയുന്നത് മനുഷ്യരിലൂടെ ഉണ്ടാകുന്ന പീഡകൾ, പക്ഷെ ആ മനുഷ്യർക്ക് പിന്നിൽ വ്യക്തമായ അജണ്ടകളോടുകൂടി പ്രവർത്തിക്കുന്ന ദുരാത്മാക്കളുണ്ട്. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതലിന് അല്ലെങ്കിൽ ഒരു ദൈവത്തിന്റെ മകനോ മകൾക്കോ ആത്മീയ യുദ്ധം ഉണ്ടോ? അവർക്ക് പൈശാചിക ശക്തികളോട് ഒരു ഏറ്റുമുട്ടലുണ്ടോ? അവർക്ക് ദുരാത്മാക്കളോട് അല്ലെങ്കിൽ ഡീമൻസിനോട് ഒരു യുദ്ധമുണ്ടോ? എന്താണ് വിശുദ്ധ ലിഖിതങ്ങളിൽ എഴുതി വെച്ചിരിക്കുന്നത്? എന്താണ് അപ്പസ്തോലന്മാർ നമ്മെ പഠിപ്പിച്ചത്? നമുക്കൊന്ന് നോക്കാം. 2 കൊറിന്ത്യൻസ് അതിന്റെ 10-ാം അധ്യായത്തിന്റെ 3-4 വചനങ്ങളാണ് നിങ്ങളോട് ഞാനിപ്പോൾ പങ്കുവെക്കുന്നത്. അവിടെ അപ്പസ്തോലനായ പൗലോസ് പറയുകയാണ്, ഫോർ ദോ വി വോക്ക് ഇൻ ദ ഫ്ലെഷ് വി ഡു നോട്ട് വാർ അക്കോർഡിംഗ് ടു ദ ഫ്ലെഷ് ഫോർ ദ വെപ്പൺസ് ഓഫ് അവർ വാർഫെയർ ആർ നോട്ട് കാർണൽ. ഞങ്ങൾ ജഡത്തിലാണ് സഞ്ചരിക്കുന്നതെങ്കിലും ഞങ്ങളുടെ യുദ്ധത്തിന്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല. അവിടെ പറഞ്ഞിരിക്കുന്ന വാക്ക് ശ്രദ്ധിച്ച്, ഞങ്ങളുടെ യുദ്ധത്തിന്റെ ആയുധങ്ങൾ. ദൂതന്മാരുടെ യുദ്ധം എന്നല്ല പറഞ്ഞേക്കുന്നത്, യേശുക്രിസ്തുവിന്റെ യുദ്ധം എന്നല്ല പറഞ്ഞേക്കുന്നത്, ദൈവം യുദ്ധം ചെയ്യുമെന്നല്ല പറഞ്ഞേക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് പറയാണ്, ദ വെപ്പൺസ് ഓഫ് അവർ വാർഫെയർ, ഞങ്ങളുടെ യുദ്ധത്തിന്റെ ആയുധങ്ങൾ. അപ്പോൾ അപ്പോസ്തലനായ പൗലോസ് നമ്മളെ പഠിപ്പിക്കുകയാണ്, യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട, യേശുക്രിസ്തുവിന്റെ ആത്മാവിനാൽ വീണ്ടും ജനിച്ച ഓരോ വ്യക്തിക്കും ഈ ഭൂമിയിൽ എന്തുണ്ട്? ഒരു യുദ്ധമുണ്ട്. ദ വെപ്പൺസ് ഓഫ് അവർ വാർഫെയർ, ഒരു വാർഫെയർ ഉണ്ട് ഓരോ മനുഷ്യർക്കും. നിങ്ങൾക്ക് അങ്ങനെ ഒരു വാർഫെയർ ഇല്ല എങ്കിൽ നിങ്ങൾ യേശുക്രിസ്തുവിൻ്റെതായിട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം. ഹല്ലേലൂയ. അപ്പോൾ there is a weapons of warfare. അപ്പോസ്തലൻ പൗലോസ് പറയാണ്, അത് കാർണലല്ല, അത് ജഡീകങ്ങളല്ല, ബട്ട് they are mighty in God. അവ ദൈവത്തിൽ അവ ശക്തങ്ങളാണ്. ഇനി അപ്പോസ്തലനായ പൗലോസ് എഫെസൂസ് ലേഖനം അതിന്റെ 6-ാം അധ്യായത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? അതിന്റെ 12-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയാണ്, for we do not wrestle against flesh and blood. മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല നമ്മൾ യുദ്ധം ചെയ്യുന്നത്. ദൂതന്മാരല്ല, ദൈവമല്ല, യേശുവല്ല. നമ്മൾ യുദ്ധം ചെയ്യുന്നത് മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല. അപ്പോൾ അവർ വെപ്പൺസ് ഓഫ് വാർഫെയർ, നമ്മളുടെ യുദ്ധത്തിന്റെ ആയുധങ്ങൾ, നമ്മൾ ജഡത്തിനും മാംസത്തിനും എതിരായിട്ടല്ല യുദ്ധം ചെയ്യുന്നത്. അപ്പോൾ ഓരോ ക്രിസ്തീയ വിശ്വാസിക്കും
യേശുക്രിസ്തുവിന്റെ ആത്മാവിനാൽ വീണ്ടും ജനിച്ച ഓരോ ദൈവത്തിന്റെ മകനും മകൾക്കും ഒരു യുദ്ധമുണ്ട് ഈ ഭൂമിയിൽ. നിങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് ദുരാത്മാക്കളോട്, പൈശാചിക ശക്തികളോട്, അന്ധകാരത്തിന്റെ ദുരാത്മാക്കളോട് ഒരു യുദ്ധമുണ്ട്. കാരണം നമ്മുടെ ജീവിതത്തിന്റെ പല മേഖലകളിലും നമ്മൾക്കെതിരെ വരുന്നത് മനുഷ്യരാണ് എന്ന് നമുക്ക് തോന്നുമ്പോൾ തന്നെ, അല്ലെങ്കിൽ മാനുഷിക കാരണങ്ങളാണ് എന്ന് നമുക്ക് തോന്നുമ്പോൾ തന്നെ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ദുരാത്മാക്കളാണ്. ആർക്കെതിരെയാണ് നമ്മൾ യുദ്ധം ചെയ്യുന്നത്? എഗൈൻസ്റ്റ് പ്രിൻസിപ്പാലിറ്റീസ്, എഗൈൻസ്റ്റ് പവേഴ്സ്, എഗൈൻസ്റ്റ് റൂളേഴ്സ് ഓഫ് ഡാർക്ക്നെസ്, എഗൈൻസ്റ്റ് സ്പിരിച്വൽ ഹോസ്റ്റ് ഓഫ് വിക്കറ്റ്നസ് ഇൻ ദ ഹെവൻലി പ്ലേസസ്. സിംഹാസനങ്ങൾ, ആധിപത്യങ്ങൾ, അന്ധകാര ലോകത്തിലെ അധിപന്മാർ, സ്വർഗീയ ഇടങ്ങളിൽ വസിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾ, അവർക്കെതിരെയാണ് നാം യുദ്ധം ചെയ്യുന്നത്, അവർക്കെതിരെയാണ് നാം പടവെട്ടുന്നത് എന്ന് അപ്പോസ്തലനായ പൗലോസ് നമ്മളെ പഠിപ്പിക്കും. പിശാച് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തെ തകർക്കുക അല്ലെങ്കിൽ നശിപ്പിക്കുക എന്നതാണ് പിശാചിന്റെ ലക്ഷ്യം. അതുകൊണ്ട് അവൻ നേടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ദൈവത്തെ വെറുക്കണം, നമ്മൾ ദൈവത്തെ റിജക്ട് ചെയ്യണം, നമ്മൾ ദൈവത്തെ ശപിക്കണം, ദൈവത്തെ കേഴ്സ് ചെയ്യണം. അതാണ് അവൻ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് പിന്നിലുള്ള അവന്റെ ലക്ഷ്യം. ഉദാഹരണമായി പറഞ്ഞാൽ നരകതുല്യമായ ഒരു കുടുംബജീവിതമാണെന്നിരിക്കട്ടെ. അപ്പം നമ്മൾ ആരെയാണ് പഴിക്കുന്നത്? എൻ്റെ ദൈവമേ, എനിക്ക് എന്തിനിങ്ങനെ ഒരു ജീവിതം തന്നു? എൻ്റെ ദൈവമേ, എന്താണ് എൻ്റെ ഭാര്യ ഇങ്ങനെ? എൻ്റെ ദൈവമേ, എന്താണ് എൻ്റെ ഭർത്താവ് ഇങ്ങനെ? എന്താണ് എൻ്റെ ജീവിതം ഇങ്ങനെ? നമ്മൾ പഴിക്കുന്നത് ആരെയാണ്? ദൈവത്തെയാണ് നമ്മൾ പഴിക്കുന്നത്. നമ്മൾ കേഴ്സ് ചെയ്യുന്നത് ആരെയാണ്? ദൈവത്തെയാണ് കേഴ്സ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ദൈവത്തെ വെറുക്കണം, ദൈവത്തെ നമ്മൾ ഉപേക്ഷിക്കണം, ഈ ലോകത്തിന്റെ വഴിയെ വരണം. ഇതാണ് ഈ ദുരാത്മാക്കളുടെ ലക്ഷ്യം. നമ്മുടെ ജീവിതത്തെ തകർക്കുന്നത് വഴി, നമ്മുടെ സമാധാനത്തെ കെടുത്തുന്നത് വഴി അവർ ഉദ്ദേശിക്കുന്നത് നമ്മൾ ദൈവത്തെ വിട്ട് ഈ ലോകത്തിന്റെ പാതയിൽ വരണം എന്നതാണ്. ഹല്ലേലൂയ. അല്ലെങ്കിൽ രോഗങ്ങൾ തന്നുകൊണ്ട്, ബിസിനസ്സിനെ തളർത്തിക്കൊണ്ട്, വിവാഹ തടസ്സങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട്, വിവാഹം നടക്കുന്നില്ല വർഷങ്ങളായിട്ട്, നമ്മൾ ആരെയാ പഴിക്കുന്നത്? ദൈവമേ, യു ആർ അൺഫെയർ, നീ നീതിമാനല്ല, നീ എനിക്ക് വിവാഹം അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ദൈവത്തെ തള്ളി പറയണം. വിവാഹം തടസ്സത്തിന്റെ പിന്നിലെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന്റെ മക്കൾ ജനിക്കാൻ പാടില്ല. അതാണ് പിശാചിന്റെ ഉദ്ദേശം. ഹല്ലേലൂയ. അല്ലെങ്കിൽ രോഗങ്ങൾ തരുമ്പോൾ നമുക്കൊരു സെൽഫ് റിജക്ഷൻ ഉണ്ടാവും. അപ്പോൾ അതുവഴി നമ്മൾ ദൈവത്തെ തള്ളി പറയണം. അപ്പോൾ പിശാചിന്റെ ഏക ലക്ഷ്യം എന്ന് പറയുന്നത്, അവൻ കൊണ്ടുവരുന്ന ഓരോ പ്രവൃത്തികൾക്ക് പിന്നിലും അവന്റെ ഒരേ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മൾ ദൈവത്തെ പഴിക്കണം, ദൈവത്തെ കേഴ്സ് ചെയ്യണം, ദൈവത്തെ വെറുക്കണം, ദൈവകൽപ്പനകളെ ധിക്കരിച്ചുകൊണ്ട് നമ്മൾ ഈ ഭൂമിയിൽ നമ്മുടെ സ്വയം ഇഷ്ടത്തിനനുസരിച്ച് നടക്കണം. അതാണ് പിശാചിന്റെ ലക്ഷ്യം. പക്ഷെ ദൈവഹിതം നമ്മളെക്കുറിച്ചുള്ളത് ഈ പൈശാചിക പ്രവൃത്തികളെ നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട്, ഹല്ലേലൂയ, ദൈവവചനത്തിൽ നിന്നുകൊണ്ട് അവന്റെ പ്രവൃത്തികളെ നമ്മൾ എതിർത്ത് തോൽപ്പിക്കുവാനാണ് ദൈവത്തിന്റെ വചനം നമ്മളോട് ആവശ്യപ്പെടുന്നതും. അതാണ് ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള പദ്ധതി. പ്രിയരെ, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു കാൽവരിയുടെ കുരിശിൽ സാത്താനെ പൂർണ്ണമായും പരാജയപ്പെടുത്തിയിരിക്കുന്നു. 1 യോഹന്നാൻ 3:8 പറയുന്നു, ഫോർ ദിസ് പർപ്പസ് ദ സൺ ഓഫ് ഗോഡ് വാസ് മാനിഫെസ്റ്റഡ് ദാറ്റ് ഹി മൈറ്റ് ഡിസ്ട്രോയ് ദ വർക്ക്സ് ഓഫ് ദ ഡെവിൾ. പിശാചിന്റെ പ്രവൃത്തികളെ നശിപ്പിക്കുവാൻ വേണ്ടിയാണ് ദൈവപുത്രൻ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത്. കൊളോസസ് ലേഖനം 2:14-15 വാക്യത്തിൽ പറയുന്നു, ഹി ഡിസാംഡ് ദ പ്രിൻസിപ്പാലിറ്റീസ് ആൻഡ് പവേഴ്സ്, ഹി മെയ്ഡ് ദം എ പബ്ലിക് സ്പെക്ടക്കിൾ അറ്റ് ദ ക്രോസ് ആൻഡ് ഹി ട്രയംഫ്ഡ് ഓവർ ദം. ആ പ്രിൻസിപ്പാലിറ്റികളെയും പവേഴ്സിനെയും യേശുക്രിസ്തു നിരായുധമാക്കി, സിംഹാസനങ്ങളെ, ആധിപത്യങ്ങളെ അവൻ നിരായുധമാക്കി. കുരിശിൽ അവയുടെ മേൽ വിജയം ആഘോഷിച്ചുകൊണ്ട് അവയെ പരസ്യമായ അവഹേളന പാത്രമാക്കി. അപ്പോൾ യേശുക്രിസ്തു ഈ സാത്താനെയും അവന്റെ ദുരാത്മാക്കളെയും പൂർണ്ണമായും കാൽവരിയുടെ കുരിശിൽ തകർത്തെറിഞ്ഞു കളഞ്ഞു. എന്നിട്ട് ലൂക്ക 10:19 യേശുക്രിസ്തു നമുക്ക് അവന്റെ മേൽ അധികാരം തന്നു. പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിന്റെ സകല ശക്തികളുടെയും മേൽ ചവിട്ടി നടക്കാൻ യേശുക്രിസ്തു എനിക്കും നിങ്ങൾക്കും അധികാരം തന്നു. കർത്താവ് ആഗ്രഹിക്കുന്നത് നമ്മൾ ആ അധികാരം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഉപയോഗിക്കുവാൻ വേണ്ടിയാണ്. ആ അധികാരം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിനെതിരെ പ്രവർത്തിക്കുന്ന പൈശാചിക ശക്തികളെ നമ്മൾ ബന്ധിച്ച് ബഹിഷ്കരിക്കണം എന്നതാണ് എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചുള്ള ദൈവഹിതം. കാരണം യേശുക്രിസ്തു കാൽവരിയുടെ കുരിശിൽ സാത്താനെയും അവന്റെ ദൂതന്മാരെയും എന്നേക്കുമായി നിരായുധമാക്കി പരാജയപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ അവൻ നമുക്കെതിരെ വരുമ്പോൾ നമുക്ക് യേശു ആ ലൂക്ക 10:19 അധികാരം തന്നിരിക്കുകയാണ്. ആ അധികാരത്തെ നമ്മൾ എക്സസൈസ് ചെയ്തുകൊണ്ട് ഈ ദുരാത്മാക്കളെ നമ്മൾ യുദ്ധം ചെയ്ത് തോൽപ്പിക്കണം എന്നുള്ളതാണ് യേശുക്രിസ്തുവിനെ എന്നെക്കുറിച്ചും നിങ്ങളെയും കുറിച്ചുള്ള പദ്ധതി. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ ദുരാത്മാക്കളെ പരാജയപ്പെടുത്തേണ്ടത്? പ്രിയരെ, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, മാനുഷികമായിട്ടുള്ള ഒരു ആയുധവും കൊണ്ട് ഈ ദുരാത്മാക്കളെ നമുക്ക് പരാജയപ്പെടുത്താൻ സാധിക്കത്തില്ല. ഒരിക്കൽ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അന്യമതത്തിലുള്ള ഒരു സുഹൃത്താണ്, അദ്ദേഹത്തോട് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ സ്പിരിച്വൽ ഐസ് ഓപ്പൺ ആയി. കർത്താവ് എന്നെ ഒരു വിഷൻ കാണിച്ചു. ആ വിഷനിൽ കർത്താവിനെ കാണിച്ചത് ആ വ്യക്തിയെ നിയന്ത്രിക്കുന്ന, അല്ലെങ്കിൽ ആ വ്യക്തിയെ അങ്ങനെയുള്ള ആരാധനയിലേക്ക് നയിക്കുന്ന ഒരു പ്രിൻസിപ്പാലിറ്റിയാണ് കർത്താവ് എനിക്ക് കാണിച്ചു തന്നത്. ഒരു 25-30 അടി ഉയരമുള്ള ഒരു ദുരാത്മാവ്. അതിൻ്റെ മുമ്പിൽ ഞാൻ നിൽക്കുമ്പോൾ അതിൻ്റെ മുട്ടിൻ്റെ പകുതിയുടെ അത്രയും ഹൈറ്റേ ഉള്ളൂ എനിക്ക്.
അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ യുദ്ധം ചെയ്യുന്ന പ്രിൻസിപ്പാലിറ്റീസ് അല്ലെങ്കിൽ പവേഴ്സ്, റൂളേഴ്സ് ഓഫ് ഡാർക്ക്നെസ്, സ്പിരിച്വൽ ഹോസ്റ്റ് ഓഫ് വിക്കഡ്നെസ്, അല്ലെങ്കിൽ അവർക്കെതിരെ മാനുഷികമായിട്ടുള്ള ഒരായുധവും നമ്മുടെ ഫിസിക്കൽ എബിലിറ്റി കൊണ്ട് അവയെ തോൽപ്പിക്കാൻ സാധിക്കത്തില്ല. മറിച്ച് ദൈവവചനത്തിൽ തന്നെ അവർക്കെതിരെ നമ്മൾ ഉപയോഗിക്കേണ്ട ആയുധങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ 3 മെയിൻ ആയുധങ്ങളാണ് യേശുക്രിസ്തുവിന്റെ നാമം, യേശുക്രിസ്തുവിന്റെ രക്തം, പരിശുദ്ധാത്മാവിന്റെ അഗ്നി. ഈ 3 ആയുധങ്ങൾ. പക്ഷേ ഈ 3 ആയുധങ്ങൾ നമ്മൾ ഉപയോഗിച്ച് അവയ്ക്കെതിരെ നമ്മൾ യുദ്ധം ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം അപ്പോസ്തലനായ പൗലോസ് നമ്മളെ എഫെസസ് ലേഖനം 6-ാം അധ്യായത്തിന്റെ 12 മുതലുള്ള വാക്യങ്ങളിൽ പഠിപ്പിക്കുന്നു. ഇന്നത്തെ ഈ വീഡിയോയിൽ ആത്മീയ ആയുധങ്ങൾ, ആ ആത്മീയ ആയുധങ്ങൾ യുദ്ധം ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആത്മീയ ആയുധങ്ങൾ ധരിക്കുക എന്നുള്ളതാണ്. അപ്പം 2 കാരണങ്ങളാണ് അപ്പോസ്തലനായ പൗലോസ് നമുക്കവിടെ പറയുന്നത്. ഒന്ന്, ടു സ്റ്റാൻഡ് അഗൈൻസ്റ്റ് ദ വൈൽസ് ഓഫ് ദ ഡെവിൾ. സാത്താന്റെ കുടില തന്ത്രങ്ങളെ തകർക്കുവാൻ, പരാജയപ്പെടുത്തുവാൻ നമ്മൾ ആത്മീയ ആയുധങ്ങൾ ധരിക്കണം. രണ്ടാമതായി അപ്പോസ്തലൻ പറയുന്നത് ടു സ്റ്റാൻഡ് അഗൈൻസ്റ്റ് ദ ഡെവിൾ ഇൻ ദ ഈവിൾ ഡേ. സാത്താന്റെ ദിനത്തിൽ അവനെ ചെറുത്ത് നിൽക്കണം. അപ്പൊ 2 കാരണങ്ങൾക്കാണ് കൊണ്ടാണ് ആത്മീയ ആയുധങ്ങൾ നമ്മൾ ധരിക്കാൻ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. ഒന്ന്, സാത്താന്റെ കുടില തന്ത്രങ്ങളെ ചെറുത്ത് നിൽക്കാൻ ഉള്ള ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആത്മീയ ആയുധങ്ങൾ ധരിക്കണം. 2, സാത്താന്റെ ദിനത്തിൽ അവനെ ചെറുത്ത് തോൽപ്പിക്കാൻ ആത്മീയ ആയുധങ്ങൾ ധരിക്കണം. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൈവരാജ്യത്തിലുള്ള എന്തെങ്കിലും കാര്യം നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നത് ത്രൂ ഫെയ്ത്ത് ആണ്. വിശ്വാസത്തിലൂടെയാണ് നമ്മൾ ദൈവരാജ്യത്തിൽ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന കാര്യങ്ങളെ ആക്സസ് ചെയ്യുന്നത്. അപ്പോൾ ഉദാഹരണമായി പറഞ്ഞാൽ എഫെസസ് ലേഖനം 2-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ത്രൂ ജീസസ് വി ക്യാൻ ആക്സസ് ദ ഫാദർ ബൈ ദ ഹോളി സ്പിരിറ്റ്. അപ്പൊ ആത്മീയ ആയുധങ്ങൾ ഇരിക്കുന്നത് എവിടെയാണ്? അത് സ്പിരിച്വൽ വേൾഡിലാണ് ഇരിക്കുന്നത്. സ്പിരിച്വൽ വേൾഡിൽ ദൈവ മക്കൾക്ക് വേണ്ടി ദൈവം പ്രിപ്പയർ ചെയ്തിരിക്കുന്നതാണ് ആത്മീയ ആയുധങ്ങൾ. ആ ആത്മീയ ആയുധങ്ങളെ നമ്മൾ ആക്സസ് ചെയ്യുന്നത് ഇറ്റ് ഈസ് ത്രൂ ഫെയ്ത്ത് ഇൻ ജീസസ്. യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ പരിശുദ്ധാത്മാവ് മുഖേനയാണ് ആ ആത്മീയ ആയുധങ്ങളെ നമ്മൾ ആക്സസ് ചെയ്യുന്നത്. എഫെസസ് ലേഖനം 6-ാം അധ്യായത്തിന്റെ 10 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് അവിടെ ഈ ആത്മീയ ആയുധങ്ങൾക്കുള്ളിൽ 6 പാർട്സ് ഉണ്ട്, 6 കമ്പോണൻസ് ഉണ്ട് എന്ന് പറയുന്നു. ബെൽറ്റ് ഓഫ് ട്രൂത്ത് ഉണ്ട്, അതുപോലെ തന്നെ ബ്രസ്റ്റ് പ്ലേറ്റ് ഓഫ് റൈച്ചസ്നെസ് ഉണ്ട്, ഷൂസ് ഉണ്ട്, ഷീൽഡ് ഉണ്ട്, ഹെൽമെറ്റ് ഓഫ് സാൽവേഷൻ ഉണ്ട്, സോർഡ് ഓഫ് ദ സ്പിരിറ്റ് ഉണ്ട്. അങ്ങനെ 6 പാർട്സ് അപ്പോസ്തലനായ പൗലോസ് നമ്മളെ ഉണ്ടെന്ന് പഠിപ്പിക്കുന്നു. ഈ ആത്മീയ ആയുധങ്ങൾ ഓരോ ദൈവ മക്കൾക്കും സാത്താനോടും അവന്റെ ദുരാത്മാക്കളോടും കൂടെ യുദ്ധം ചെയ്യാൻ വേണ്ടി ദൈവം നമുക്ക് ഫ്രീ ആയിട്ട് നൽകിയിരിക്കുന്ന ആയുധങ്ങളാണ്. അപ്പോൾ സാത്താനെതിരെ നമ്മൾ യുദ്ധം ചെയ്യാൻ തുടങ്ങുന്നതിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആത്മീയ ആയുധങ്ങൾ ധരിക്കുക. സാത്താനെതിരെ ഉപയോഗിക്കേണ്ട 3 ആയുധങ്ങളാണ് ഞാൻ പറഞ്ഞത്. യേശുവിന്റെ നാമം, യേശുവിന്റെ രക്തം, പരിശുദ്ധാത്മാവിന്റെ അഗ്നി. അതെങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. പക്ഷെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആത്മീയ ആയുധങ്ങൾ ധരിക്കുക. സാത്താന്റെ കുടില തന്ത്രങ്ങളെ പരാജയപ്പെടുത്താൻ, അവന്റെ തിന്മയുടെ ദിനത്തിൽ അവനെ ചെറുത്ത് തോൽപ്പിക്കാൻ ആത്മീയ ആയുധങ്ങൾ ധരിക്കുക. ഇങ്ങനെ പ്രാർത്ഥിക്കുക: സത്യം കൊണ്ട് ഞാൻ അരമുറുക്കുന്നു, നീതിയുടെ കവചം ഞാൻ ധരിക്കുന്നു, സർവോപരി ദുഷ്ടന്റെ ജ്വലിക്കുന്ന കൂരമ്പുകളെ കെടുത്തുന്നതിന് ശക്തമാക്കുന്ന വിശ്വാസത്തിന്റെ പരിചയം ഞാൻ എടുക്കുന്നു, രക്ഷയുടെ പടത്തൊപ്പ് ഞാൻ അണിയുന്നു, ദൈവവചനമാകുന്ന ആത്മാവിന്റെ വാൾ ഞാൻ എടുക്കുന്നു. അപ്പൊ ഈ ആയുധങ്ങൾ ഓരോന്നും ദേ ആർ റിയൽ വെപ്പൺസ്. ശരിക്കും ആത്മീയ ആയുധങ്ങളാണ്. ശരിക്കും അത് നമ്മൾ വിശ്വാസം മുഖേന പരിശുദ്ധാത്മാവിലൂടെ എടുക്കണം. ഇങ്ങനെ പ്രാർത്ഥിക്കണം: യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിലൂടെ ഐ ടേക്ക് ദ ബെൽറ്റ് ഓഫ് ട്രൂത്ത്. ഹല്ലേലൂയ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിലൂടെ ഐ ടേക്ക് ദ ബ്രസ്റ്റ് പ്ലേറ്റ് ഓഫ് റൈച്ചസ്നെസ്. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിലൂടെ ഐ ടേക്ക് ദ ഷൂ ഓഫ് സാൽവേഷൻ. ഐ ടേക്ക് ദ ഷീൽഡ്. I take the helmet of salvation. I take the sword of the spirit. അങ്ങനെ ഓരോ ആയുധങ്ങളും യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ പരിശുദ്ധാത്മാവിലൂടെ നമുക്കത് എടുക്കാൻ സാധിക്കും, നമുക്കത് ധരിക്കാൻ സാധിക്കും. അപ്പൊ സാത്താനെയും അവന്റെ ദുരാത്മാക്കളെയും പരാജയപ്പെടുത്തുവാൻ വേണ്ടി നമ്മൾ യുദ്ധം ചെയ്യുമ്പോൾ നമ്മുടെ പ്രാർത്ഥനാ മുറിയിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിലൂടെ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം മുഖേന കർത്താവിന്റെ കൈകളിൽ നിന്ന്, ആത്മീയ മണ്ഡലത്തിൽ നിന്ന് ഈ ആത്മീയ ആയുധങ്ങളെ നമ്മൾ എടുത്ത് ധരിക്കുക എന്നുള്ളതാണ്. പ്രിയരെ, യേശുക്രിസ്തു കാൽവരിയുടെ കുരിശിൽ സാത്താനെ പൂർണ്ണമായും പരാജയപ്പെടുത്തിയിരിക്കുന്നു. ഇന്ന് എനിക്കും നിങ്ങൾക്കും അവന്റെ മേൽ അധികാരം നൽകിയിരിക്കുന്നു. നമ്മൾ കടന്നു പോകുന്ന ഓരോ പ്രശ്നങ്ങൾക്ക് പിന്നിലും ദുരാത്മാക്കളുണ്ട്. ആ ദുരാത്മാക്കൾക്കെതിരെ എനിക്കും നിങ്ങൾക്കും ഒരു ആത്മീയ യുദ്ധമുണ്ട്. ഞാനും നിങ്ങളും ആത്മീയ ആയുധങ്ങൾ എടുത്തുകൊണ്ട് യേശുവിന്റെ നാമം, യേശുവിന്റെ രക്തം, പരിശുദ്ധാത്മാവിന്റെ അഗ്നി എന്നീ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ സാത്താനെയും അവന്റെ ദുരാത്മാക്കളെയും നമ്മുടെ ജീവിതത്തിനെതിരെ പ്രവർത്തിക്കുന്ന ഓരോ മേഖലയിൽ നിന്നും
ബന്ധിച്ച് ബഹിഷ്കരിക്കുവാനും അവനെ അറ്റാക്ക് ചെയ്ത് അവനെ ആക്രമിച്ച് പുറത്താക്കുവാനുമാണ് എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചുള്ള ദൈവഹിതം. നിങ്ങൾ കരയണ്ട, നിങ്ങൾ വിലപിക്കേണ്ട, മറിച്ച് നിങ്ങൾക്ക് യേശു അധികാരം നൽകിയിരിക്കുന്നു, എനിക്ക് യേശു അധികാരം നൽകിയിരിക്കുന്നു. അതൊരു പാസ്റ്ററിനോ ഒരു അച്ഛനോ കന്യാസ്ത്രീക്കോ ബിഷപ്പിനോ ഒന്നും കൊടുത്തേക്കുന്ന കാര്യം മാത്രമല്ല, എനിക്ക് നിങ്ങൾക്കും ദൈവവചനത്തിൽ ഓരോ ദൈവ മക്കൾക്കും ദൈവം അധികാരം നൽകിയിരിക്കുന്നു. അപ്പൊ ആ അധികാരത്തെ എങ്ങനെ ഉപയോഗിക്കണം എന്നറിഞ്ഞ് ആ അധികാരത്തെ നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ വിവാഹ ജീവിതത്തിനെതിരെ പ്രവർത്തിക്കുന്ന ദുരാത്മാവിനെ നിങ്ങൾ ബന്ധിച്ച് ബഹിഷ്കരിക്കണം. നിങ്ങളുടെ സാമ്പത്തിക മേഖലയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന ദുരാത്മാവിനെ നിങ്ങൾ ബന്ധിച്ച് ബഹിഷ്കരിക്കണം. നിങ്ങളുടെ കുടുംബ കലഹത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ദുരാത്മാവിനെ ബന്ധിച്ച് ബഹിഷ്കരിക്കണം. നിങ്ങളുടെ രോഗത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ദുരാത്മാവിനെ ബന്ധിച്ച് ബഹിഷ്കരിക്കണം. കാരണം എനിക്കും നിങ്ങൾക്കും ഹല്ലേലൂയ യേശു അതോറിറ്റി നൽകിയിരിക്കുന്നു, ശക്തി നൽകിയിരിക്കുന്നു. ലൂക്ക 10:19 പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിന്റെ സകല ശക്തികളുടെയും മീതെ ചവിട്ടി നടക്കാൻ യേശു എനിക്കും നിങ്ങൾക്കും അധികാരം നൽകിയിരിക്കുന്നു. പ്രിയരെ, ആ അധികാരത്തെ നിങ്ങൾ ഉപയോഗിച്ചാട്ടെ. ആ അധികാരത്തിന് ഉപയോഗിക്കുമ്പോൾ സാത്താനെതിരെ യുദ്ധം ചെയ്യുമ്പോഴുള്ള ദ ഫസ്റ്റ് സ്റ്റെപ്പ് ആത്മീയ ആയുധങ്ങൾ ധരിക്കുക. ആ ആത്മീയ ആയുധങ്ങൾ ധരിച്ചുകൊണ്ട് മറ്റു വീഡിയോകളിൽ ഞാൻ നിങ്ങളോട് ബാക്കിയുള്ള സ്റ്റെപ്പുകളെ കുറിച്ച് പറഞ്ഞുതരാം. ഈ ആത്മീയ ആയുധങ്ങൾ ധരിച്ചുകൊണ്ട് സാത്താനെതിരെ നിങ്ങൾ റെസിസ്റ്റ് ചെയ്യുക. ഇഫ് യു റെസിസ്റ്റ് ദ ഡെവിൾ ഹി വിൽ ഫ്ലീ. അവനെതിരെ യുദ്ധം ചെയ്യുമ്പോൾ അവൻ ആ ഏരിയ വിട്ടുപോകും. കാരണം അവനറിയാം നഷ്ടം അവന് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. കാരണം എല്ലായ്പ്പോഴും യേശുക്രിസ്തു മുഖാന്തരം എനിക്ക് നിങ്ങൾക്കും പൂർണ്ണ ജയം ദൈവം കൽപ്പിച്ചു തന്നിരിക്കുന്നു. പ്രിയരെ, ദൈവത്തിൻ്റെ ഇഷ്ടം എന്നെയും നിങ്ങളെയും കുറിച്ചുള്ളത് ഹല്ലേലൂയ. എൻ്റെ ഭാര്യ ഇങ്ങനെയാണ്, എൻ്റെ ഭർത്താവ് ഇങ്ങനെയാണ്, ഇതൊക്കെ എൻ്റെ ജീവിതത്തിൻ്റെ പാർട്ടാണ് എന്ന് പറഞ്ഞ് വിലപിച്ചിരിക്കാനല്ല, മറിച്ച് ആത്മീയ ആയുധങ്ങൾ എടുക്കുക. വിശുദ്ധ ബൈബിൾ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്ന ആയുധങ്ങളുണ്ട്. അത് ഉപയോഗിച്ച് ഓരോ ദുരാത്മാവിനെയും ബന്ധിച്ച് ബഹിഷ്കരിക്കുക. വിജയം നിങ്ങളോടൊപ്പമാണ്. കാരണം യേശുക്രിസ്തു നിങ്ങൾക്ക് പകരമായി നിന്നുകൊണ്ട് ഈ ദുരാത്മാക്കളെ സകലതിനെയും കാൽവരിയുടെ കുരിശിൽ പരാജയപ്പെടുത്തി അവയുടെ മേൽ എനിക്കും നിങ്ങൾക്കും അധികാരം നൽകിയിരിക്കുന്നു. ഗോഡ് ബ്ലസ് യു. യൂസ് ദ വെപ്പൺസ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ ആയുധങ്ങൾ ഉപയോഗിച്ചാട്ടെ, ആത്മീയ ആയുധങ്ങൾ ധരിച്ചാട്ടെ, യേശുവിന്റെ നാമം ഉപയോഗിച്ചാട്ടെ, യേശുവിന്റെ രക്തം ഉപയോഗിച്ചാട്ടെ, യേശുവിന്റെ ആത്മാവിന്റെ അഗ്നി ഉപയോഗിച്ചുകൊണ്ട് ഈ ദുരാത്മാക്കളെ തകർത്തെറിഞ്ഞാട്ടെ. God bless you and you are blessed in Jesus' mighty name.